നല്ല ഭാര്യ നിനക്ക് കിട്ടിയല്ലോ. ഏതുമ്മയ്ക്കാ തന്റെ മക്കള് മരിച്ചാ സഹിക്കാൻ കഴിയോ? ഏതുമ്മയ്ക്കാ സഹിക്കാൻ കഴിയോ? എന്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും പെരുന്നാൾ ആഘോഷിച്ചല്ലോ. ആ പെരുന്നാളിൽ നിന്ന് വാട്സപ്പും ഫേസ്ബുക്കിലുമൊക്കെ ഒരു ഫോട്ടോ കാണോ. 16 വയസ്സുള്ള ജുനൈദ് എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട പൊന്നുപോൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ച ജുനൈദ് എന്ന് പറയുന്ന 16 വയസ്സുള്ള പൊന്നുപോ പഠിച്ചവരെ തനിക്ക് സമ്മാനമായി കിട്ടിയ 1500 രൂപയുമായി പഠിച്ചവനെ പോയതാണല്ലോ. പഠിച്ചവനെ തന്റെ കൂടെ പിറപ്പിനോടൊപ്പം ആദ്യമായിട്ട് പെരുന്നാൾ ആഘോഷിക്കാ പുതുവസ്ത്രം വാങ്ങാൻ പോയിട്ട് തിരിച്ചു വരുമ്പോ പഠിച്ചവരെ കാത്തിരുന്ന ഉമ്മയുടെ മുന്നിലേക്ക് പുതുവസ്ത്രമായി അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും ഹൃദയത്തിനകത്താക്കിയ ജുനൈദ് എന്ന പൊന്നുപോൽ പഠിച്ചവരെ പുതുവസ്ത്രവുമായി പെരുന്നാൾ ആഘോഷിക്കാൻ വീട്ടിലേക്ക് കടന്നു വരുന്നത് കാത്തിരുന്ന പ്രിയപ്പെട്ട പെറ്റുമ്മയുടെ മുന്നിലേക്ക് പഠിച്ചവരെ വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് കൊണ്ടുവെക്കുമ്പോ എങ്ങനെ മറക്കാൻ കഴിയുന്ന ചെറുപ്പക്കാരാ? ആ അമ്മയുടെ കണ്ണുനീര് മറക്കാൻ കഴിയുമോ? ആ ഉമ്മയുടെ കണ്ണുനീര് മറക്കാൻ കഴിയുമോ? ജുനൈദിനെ കുറിച്ച് ഒരു പേടിയുമില്ല. ജുനൈദിന് വേണ്ടി ദുആ ചെയ്യണ്ട. കാരണം അവന് ശഹീദിന്റെ കൂലിയാ. അവൻ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പറന്നു പോകുന്നവരാ. അല്ലാഹുവേ, ആ പൊന്നുപോൽ തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും കാത്ത് സ്വർഗത്തിന്റെ കവാടത്തിൽ കാത്തു നിൽക്കണേ അല്ലാ. ആ ഉമ്മയ്ക്ക് ക്ഷമ കൊടുക്കണേ അല്ലാ. എന്റെ പ്രിയമുള്ളവരോട് പടച്ചവനെ മൃഗങ്ങളുടെ വില പോലും നൽകാതെ മനുഷ്യനെ തല്ലിക്കൊല്ലുന്ന മതഭ്രാന്തന്മാരോട് പറഞ്ഞു കൊടുക്കണം, എടാ ഞങ്ങൾക്കൊന്നും മരിക്കാൻ പേടിയില്ലടാ. ഞങ്ങളാരും മരിക്കാൻ പേടിക്കുന്നവരല്ല. ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്. ജുനൈദ് എന്ന പൊന്നുമോനെ കഫൻ തുണിയിൽ പൊതിഞ്ഞ് അവന്റെ വീടിനകത്ത് കൊണ്ടുവന്ന് കടത്തിയിരിക്കുന്ന ഫോട്ടോ കാണുമ്പോ അവന്റെ മുഖത്തെ പുഞ്ചിരി കണ്ടിട്ട് മനസ്സിൽ ഞങ്ങളും പറയാറുണ്ട്, റബ്ബേ ഇവനെ പോലെ ഒരു മരണം തരണേ അല്ലാ. ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നതാ വെട്ടുകൊണ്ട് മരിച്ചാൽ, നടുറോഡിൽ കിടന്ന് വെട്ടുകൊണ്ട് മരിച്ചാൽ ആ മരിക്കുന്ന സമയത്ത് വെട്ടുന്നവന്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മരിക്കാ കൊതിക്കുന്നവരാ. ഞങ്ങൾക്ക് മരിക്കാ പേടിയില്ല. ഞങ്ങൾ ആരുടെ തലമുറയെന്നറിയുമോ? ഞങ്ങളൊക്കെ മുസ്ലിമീങ്ങളോ?